ശ്രീ ബാബു, ഹിന്ദു ഐക്യവേദി നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ആർ വി ബാബു, ഈ വിഷയത്തിൽ ഇന്ന് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണമാണ്. ഇന്നലെ താങ്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. പക്ഷേ ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് ബോധപൂർവമായി വാവർ എന്ന സങ്കല്പത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത് ശബരിമലയുടെ ആചാരങ്ങളുമായി ഭാഗമാണ്. അത് ചേർന്ന് പോവാൻ, അത് നിഷേധിക്കാൻ അനുവദിക്കില്ല എന്ന വാദമാണ് ഉയർത്തുന്നത്. എങ്ങനെയാണ് ആദ്യ പ്രതികരണം? ദേവസ്വം മന്ത്രി അത്തരത്തിലൊരു അഭിപ്രായം പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം ഇവിടെ വാപുരൻ എന്നുള്ള സങ്കല്പം അത് നമ്മുടെ അയ്യപ്പന്റെ ചരിത്രവുമായും അദ്ദേഹത്തിന്റെ പൗരാണിക കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം അയ്യപ്പന്റെ ഭൂതഗണത്തിൽപ്പെട്ടയാളാണ്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാപുരന് ക്ഷേത്രം പണിയണം എന്ന് ഭക്തജനങ്ങളിൽ ചിലർ ആഗ്രഹിച്ചാൽ അതിൽ ദേവസ്വം മന്ത്രി എന്തിനാണ് എതിർക്കുന്നത്? അങ്ങനെ എതിർക്കുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമില്ല. സത്യത്തിൽ എതിർക്കുന്നവർക്കല്ലേ രാഷ്ട്രീയം. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു, ഇവിടെ വിശ്വാസികൾ വിശ്വാസത്തിനനുസരിച്ചിട്ട് പലരെയും പലർക്കും വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുന്നുണ്ട്, പലരുടെയും പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എട്ടുകാലിക്ക് വരെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നാടാണിത്. എട്ടുകാലിയെ പ്രതിഷ്ഠിച്ചിട്ട് ആരാധിക്കുന്ന നാടാണിത്. കൈപ്പത്തി പ്രതിഷ്ഠിച്ചിട്ട് ആരാധിക്കുന്ന നാടാണിത്. അപ്പോൾ വാപുരനൊരു പ്രതിഷ്ഠ പാടില്ല, വാപുരനൊരു ക്ഷേത്രം പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ വാപുര ക്ഷേത്രം എരുമേലിയിൽ തന്നെ ആയത് അതിലൊരു അസ്വാഭാവികത ഇല്ലേ? അല്ല, അയ്യപ്പനുമായി ബന്ധപ്പെട്ടല്ലേ വാപുരനുള്ളത്. വാപുര ക്ഷേത്രം പണിയേണ്ടത് എരുമേലിലല്ലാതെ തിരുപ്പതിയിലല്ലല്ലോ. പക്ഷേ അത് നിങ്ങൾ ഹൈന്ദവ സംഘടനകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്പസമയം മുമ്പ് ശ്രീ അനിൽ വിളയിലൊക്കെ പറയുന്നത് ഇത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അല്ല, എനിക്ക് അനിൽ വിളയിൽ ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അദ്ദേഹം അതായത് അയ്യപ്പന്റെ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് വാപുരൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇന്നലത്തെ ചർച്ചയിൽ ആ കാര്യങ്ങൾ അയ്യപ്പ ചരിതവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങളിൽ, അത് 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉദ്ധരിച്ച് ഇന്നലെ ഞാൻ സംസാരിച്ചതാണ്. അപ്പോ വാപുരൻ എന്നുള്ള സങ്കല്പം അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. അതിനാർക്കും നിഷേധിക്കാനും പറ്റില്ല. അതിൽ കോടതിയിൽ അതിന്റെ ആവശ്യമാണ് തെളിവുകൾ കൊടുക്കണമെങ്കിൽ ആ തെളിവുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോ ഇത് എന്തിനാണ് ദേവസ്വം മന്ത്രി കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നത്? അവിടെ ഇപ്പോ ഹൈക്കോടതി ഈ തരത്തിലുള്ള ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ലല്ലോ. പഞ്ചായത്തിന്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു തടസ്സവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് പരിഹരിച്ചാൽ അവിടെ ക്ഷേത്രം പണിയുന്നതിന് തടസ്സമില്ല. ക്ഷേത്രം പണിയുന്നതിന് തടസ്സമായിട്ട് വന്നിട്ടുള്ളത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാത്ത അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ചില രേഖകൾ സമർപ്പിക്കാതെ ക്ഷേത്രം പണിയുന്നു എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. ശ്രീ ആർ വി ബാബു, ഇതാരാണ് ഈ ക്ഷേത്ര നിർമ്മാണം? ഈ സ്വകാര്യ വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ? നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടോ അതിന്? ഇല്ല, ഒരു കാര്യം, അവിടെ ഒരു ക്ഷേത്രം ഒരു സ്വകാര്യ വ്യക്തി പണിയുന്നു. ആ സ്വകാര്യ വ്യക്തി ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ്. അദ്ദേഹത്തിന് ആരാധന നടത്താനും പ്രതിഷ്ഠ നടത്താനും ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കൊണ്ടുപോകാനും ഒക്കെ ബാക്കിയുള്ളവർക്ക് പോലെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുള്ള അവകാശം ഹിന്ദുക്കൾക്കില്ലേ? അതെന്തിനാണ് തടയുന്നേ? അത് തടയാൻ ആർക്കാണ് അധികാരം? അത് ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? ഭരണഘടന അവകാശം ഹിന്ദുക്കൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് ഏതെങ്കിലും സംഘടനയുടെ പിന്തുണ വേണമെന്നുണ്ടോ? ഞാനൊരു വ്യക്തിയുടെ അവകാശം എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ആ വ്യക്തി ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ആ വ്യക്തിക്ക് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ എതിർക്കുന്നത്? ഇപ്പോ വാവരെ അദ്ദേഹത്തിന് അംഗീകരിക്കാതിരിക്കാം, വാവരെ അംഗീകരിച്ചോളണം പോലെ നിർബന്ധമുണ്ടോ? വാവരെ അംഗീകരിച്ചാൽ ശബരിമല പോകാൻ പറ്റുന്നുണ്ടോ നാട്ടിൽ? ഞാൻ വാപുരനെയാണ് ആരാധിക്കുന്നത്, വാവരെ ആരാധിക്കാൻ എനിക്ക് മനസ്സില്ല. എന്ത് ചെയ്യാൻ പോണു നിങ്ങൾ? ഇത്തരം വാദഗതികൾ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് വാവരെ ആരാധിക്കാനോ ആരാധിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വാപുരനെ ആരാധിക്കാനോ ആരാധിക്കാതിരിക്കാനോ വാപുരനെ അങ്ങനെ കാണാനോ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ വകവെച്ചു തരുന്നു. ഒപ്പം എന്റെ സ്വാതന്ത്ര്യം വകവെച്ചു തരുന്നിടത്താണ് ഭരണഘടന പ്രതിദാനം ചെയ്യുന്ന തത്വം ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നതനുസരിച്ച് കേൾക്കാനല്ല.